പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദം ചെയ്യാതെ അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ആണ്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 വലിയ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 വലിയ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇനി കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യുക. ചിക്കൻ നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കി എടുക്കാം. പാൻ വെക്കുക. ഒരു വലിയ ടീസ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ബട്ടറാണ്. നെയ്യും ബട്ടറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു 3 പച്ചമുളക്, ഒരു സവാള നല്ലോണം വഴറ്റുക. ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് സ്പൈസസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ജീരകം ഒക്കെ ചേർത്ത് കൊടുക്കുക. സവാള വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ, അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് പുതിന മല്ലിയില ഒരു പിടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ അരി എടുക്കുന്നത്. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അതിന് ആവശ്യത്തിന് വെള്ളം, ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലവണ്ണം തിളക്കണം. ഉപ്പ് നോക്കുക. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, പോരെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി, ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. റൈസ് ഇപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. വെള്ളമൊക്കെ വെട്ടി തുടങ്ങി. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒന്ന് ലെവൽ ചെയ്യുക. ഇതിന്റെ മുകളിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ റെഡ് കളറാണ്. ഇത് അല്പം മഞ്ഞള് വെള്ളത്തിൽ കലക്കിയതാണ്. കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. കുറച്ച് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അല്പം റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അത്രേ വേണ്ടുള്ളൂ. ഇനി ഇതിപ്പോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് അടച്ചു വെച്ച് ഫുൾ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മുഴുവനായിട്ട് അടച്ചു വെക്കേണ്ട, കുറച്ച് ഗ്യാപ്പ് വിട്ടെടുത്താക്ക വിധത്തിൽ അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. പാൻ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നേരത്തെ സവാളയൊക്കെ വഴറ്റിയെടുത്ത അതേ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ മാരിനേറ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറോളം തന്നെ ആയി.
ഈ ബാക്കി വരുന്ന മസാല കൂടെ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം, പാത്രത്തിലേക്ക് മാറ്റാം. വലിയ പീസായതുകൊണ്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ഇത്ര തന്നെ എണ്ണ ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണുണ്ട്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞ 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാം. ഇനി അല്പം ഉപ്പും ഇത്രയും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. സവാള ഇവിടെ വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ചിക്കനൊക്കെ നല്ലവണ്ണം നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ഈ സവാളയ്ക്കും നമ്മൾ ഇനി ഇടാൻ പോകുന്ന തക്കാളിക്ക് ആവശ്യത്തിനുള്ള മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ലവണ്ണം ആ മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റുക. മസാലപ്പൊടിയൊക്കെ നല്ലവണ്ണം വഴറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി, ഒരു 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും നല്ലവണ്ണം നമുക്ക് ഉടച്ചെടുക്കണം. തക്കാളി നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മസാലയും ചിക്കനും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും മസാലയൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചതാണ് ചിക്കൻ മസാലയൊക്കെ. അപ്പോൾ നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനിലൊക്കെ മസാല നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം. അതിന് മുന്നേ കുറച്ച് ഒരു പുളിക്ക് ആവശ്യത്തിന് ഒരു നാരങ്ങ കുറച്ചുകൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് 2 പീസ് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. കുറച്ച് മസാല കാല് വയ്ക്കാം. പീസസ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ പ്ലേറ്റായിട്ട് സെറ്റ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.